എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് റാഗി വെച്ച് അടിപൊളി ടേസ്റ്റിൽ ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും, അത്രയ്ക്കും ടേസ്റ്റുള്ളതാണ്. ചിലരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. കുട്ടികൾക്ക് റാഗി കഴിക്കാൻ പലപ്പോഴും മടിയാണ്. രക്തക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്ക് റാഗി കൊടുക്കുന്നത് ഒത്തിരി നല്ലതുമാണ്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. 250 ml കപ്പിൽ 1 കപ്പ് റാഗി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് 4-5 വെള്ളം നല്ലതായിട്ട് കഴുകിയെടുക്കണം. റാഗിയിൽ നിന്ന് നല്ലതായിട്ട് അഴുക്കിറങ്ങി വരും. അതുകൊണ്ട് അഴുക്ക് പോകുന്ന വരെ നല്ലതായിട്ട് തന്നെ കഴുകിയെടുക്കാം. റാഗി ഇവിടെ ഞാൻ നല്ല രീതിയിൽ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ നമുക്കിതിനെ കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. റാഗി 5 മണിക്കൂർ കുതിർത്തിട്ട് ഞാനൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം. നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നിക്കുകയാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു പാത്രത്തിലോട്ട് അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത സാധനം ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് സ്പൂണും കൊണ്ട് പ്രസ് ചെയ്ത് അതിൻ്റെ നീരൊക്കെ വരത്തക്ക രീതിയിൽ ഇതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുള്ള പഞ്ഞിപ്പുല്ലുണ്ടല്ലോ, അത് നമുക്ക് മിക്സഡ് ജാറിലോട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നല്ലതായിട്ട് ഇതിനെ അമർത്തി പ്രസ് ചെയ്ത് ഇതിലെ നീരുകളെല്ലാം നമ്മൾക്കിങ്ങനെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഈ സാധനം ഉണ്ടല്ലോ പഞ്ഞിപ്പുല്ലിൻ്റെ, അത് പിന്നെ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ നല്ലതായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരിക. എന്നിട്ട് അരിപ്പിലോട്ട് ഒഴിച്ച് കൊടുത്ത് അതിനെ ഇതുപോലെ നല്ലതായിട്ട് പ്രസ് ചെയ്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് വരുന്ന ഈ വേസ്റ്റ് ആണെങ്കിൽ നമുക്കങ്ങ് കളയാം. നമ്മളിതിനെ കുറുക്കിയെടുക്കാനുള്ള പാത്രം എടുക്കുക. അതിലോട്ട് ദ്വാരം കുറച്ചുള്ള ഒരു അരിപ്പ എടുക്കുക. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ഞിപ്പുല്ലിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. കാരണം ചെറിയ തരികൾ ഇതിൻ്റെ അകത്ത് കാണും. ആ തരികളൊന്നും ഇല്ലാതെ നമുക്കിതിനെ അരിച്ചെടുക്കണം. ആ രീതിയിൽ നമുക്കിതിനെ അരിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ കാണുമ്പോൾ അറിയാം ഇതിൽ കുറേ തരികൾ നമുക്ക് ഇട്ടിട്ടുണ്ട്. അത് നമുക്കങ്ങ് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിലോട്ട് 1 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പിൽ തന്നെയാണ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ശർക്കര ചീകി 1 കപ്പ് എടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് പാനിയാക്കുക. എന്നിട്ട് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 നുള്ളു ഉപ്പും കൂടി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഗ്യാസിലോട്ട് ഇത് വെക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂടാവുന്നതനുസരിച്ച് പെട്ടെന്ന് ഇത് കുറുകി വരാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിസ്കും കൊണ്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങുന്ന മുമ്പ് നല്ല രീതിയിൽ ഇത് കുറുകി വരും. കുറുക്കൊക്കെ നമ്മൾ കുറുക്കിയെടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഇതങ്ങ് കുറുകി വരും കേട്ടോ. ഇവിടെ കണ്ടോ, തിളയ്ക്കുന്ന മുമ്പ് തന്നെ നല്ലതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് വിസ്ക് വെച്ച് ഇതിനെ മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇവിടെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം തീ മീഡിയത്തിലിട്ട് കൊടുക്കുക. ഇവിടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവാവുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് ഇതായി വരും കേട്ടോ. ഒരു അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. നമ്മളുണ്ടാക്കുന്ന റാഗി കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂണും കൂടെ നെയ്യ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അധികം നെയ്യ് വേണ്ട കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രമാണ്, പെട്ടെന്ന് പാത്രത്തിൽ നിന്നൊക്കെ ഇത് ഇളകി വരുമേ. എന്നിട്ട് നല്ലതായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ അടിയിൽ നിന്ന് പാത്രം കാണത്തക്ക രീതിയിൽ ഇങ്ങനെ ഇളകി വരണം. കണ്ടില്ലേ, ഇങ്ങനെ ഇളകി വരുന്ന ഒരു പരുവ് ആകുമ്പോഴാണ് ഇത് റെഡിയായെന്ന് മനസ്സിലാകുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഞാൻ നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രമുണ്ട്. ഇപ്പോൾ ഏത് പാത്രത്തിൽ വേണേലും ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലോട്ട് ഇത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്. ജസ്റ്റ് ഇതൊന്ന് മുകളിലൊന്ന് പരത്തി കൊടുക്കുക. മുകൾ ഭാഗത്ത് വലിയ ഷേപ്പൊന്നും കാണത്തില്ല കേട്ടോ. എന്നിട്ട് 2 മണിക്കൂർ ഇത് വെളിയിൽ തന്നെ തണുക്കാനായിട്ട് വെക്കുക. ചൂടോടുകൂടി നമ്മളിതിനെ കട്ട് ചെയ്യത്തില്ല കേട്ടോ. നല്ലതായിട്ടും തണുത്ത് വരട്ടെ. കണ്ടില്ലേ, 2 മണിക്കൂർ ഇതായിട്ടുണ്ട്. നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നല്ല ഉറച്ചും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പുഡിങ് പോലെയാണ് കേട്ടോ. തൊടുമ്പോൾ നല്ല സോഫ്റ്റാണ്. സൈഡിൽ നിന്നൊക്കെ ഇത് കണ്ടില്ലേ വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു പ്ലേറ്റ് കമത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടിയൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്.
ഇത് കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട്, നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയും പെർഫെക്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും. ഞാനിത് കഴിച്ച് നോക്കി കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്നും പറയാനില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരുന്നത് ഹെൽത്തി ആയിട്ടാണ്. ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, നല്ലൊരു ഫ്ലേവറുണ്ട് കേട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എനിക്കും കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ ഒരുപാട് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ റാഗി കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക, അവർ തീർച്ചയായിട്ടും ഇത് കഴിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ.